നമസ്കാരം. HSA സോഷ്യൽ സയൻസിന്റെ ഷോർട്ട് ലിസ്റ്റ് മറ്റൊരു ജില്ലയുടെ കൂടെ വന്നിരിക്കുകയാണ്. അപ്പൊ ഏത് ജില്ലയുടെയാണ് വന്നിരിക്കുന്നത്, കട്ട് ഓഫ് എത്രയാണ് എന്നുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? HSAയുടെ ഇന്റർവ്യൂ ആണ് അല്ലെ. അപ്പോൾ HSA ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ബാച്ച് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുകയാണ്. എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിന് തയ്യാറെടുക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പ്രീമിയം ബാച്ച് ആണ് ഇത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം, അതായത് നമുക്ക് റിട്ടേൺ എക്സാമിൽ നല്ല രീതിയിൽ നമ്മൾ സ്കോർ ചെയ്തുകൊണ്ടാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് അല്ലെ. ഇനി ഇന്റർവ്യൂവിലുള്ള 20 മാർക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം റാങ്ക് നിർണ്ണയിക്കുന്ന ഒന്ന് തന്നെയാണ്. അതിലുള്ള ഓരോ മാർക്കും വളരെ വിലപ്പെട്ടത് തന്നെയാണ്. അപ്പൊ അതിന് കൃത്യമായി പ്രിപ്പയർ ചെയ്ത് നമ്മൾ പെർഫോം ചെയ്താൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കൂ. അപ്പൊ അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ എന്തൊക്കെയാണ് നമ്മളോട് ചോദിക്കുക, എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിന് മറുപടി പറയേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരികയും അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഓറിയന്റേഷൻ ക്ലാസ് കൂടെ നിങ്ങൾക്കായി നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ബാലകൃഷ്ണൻ സാറുടെ റെക്കോർഡഡ് ക്ലാസ്സുകളും പ്രസീന മാമും ലീഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ബാച്ച് ആണ് ഇത്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537080 നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നത് പത്തനംതിട്ട, വയനാട്, തിരുവനന്തപുരം, കോഴിക്കോട് എന്നീ ജില്ലകളുടെ ആയിരുന്നു. ഇപ്പോ ഇടുക്കി ജില്ലയുടെ കൂടെയാണ് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത്. കട്ട് ഓഫ് 21 വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എത്ര ആളുകളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇടുക്കി ജില്ലയിൽ വന്നിരിക്കുന്ന കട്ട് ഓഫ് എന്ന് പറഞ്ഞ് 21 അല്ലെ, ചെറിയൊരു മാർക്കാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഷോർട്ട് ലിസ്റ്റ് തന്നെയാണ്. മെയിൻ ലിസ്റ്റിൽ മൊത്തം 21 ആളുകളും അതേപോലെ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റിൽ 48 ആളുകളുമാണ് ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ആളുകൾ വന്നിട്ട് 5 ആളുകളും ടോട്ടൽ 74 ആളുകളുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് ഇത്തവണ ഇടുക്കി ജില്ലയിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി വരുന്ന ഓരോ ജില്ലയുടെയും ഇനി വരും. അപ്പോൾ അതിന്റെ എല്ലാം ഷോർട്ട് ലിസ്റ്റ് അപ്ഡേറ്റുകൾ ഉടൻ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. നമുക്ക് മുൻപിലേക്ക് ഇനിയിപ്പോൾ HSA ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ സപ്ലിയിലായി എന്തെയും എന്നൊക്കെ ടെൻഷനിലായി ഇരിക്കേണ്ട. നമുക്ക് ഈ ഒരു അവസരം കഴിഞ്ഞാൽ, അത് HSA കഴിഞ്ഞാൽ പിന്നെ LPUP എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ നിയമനങ്ങളും കാര്യങ്ങളും മുന്നോട്ട് പോയിക്കോട്ടെ. അടുത്ത അവസരമായ LPUP ആ ഒരു നിയമനങ്ങൾക്കും കാര്യങ്ങൾക്കും അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിന്റെ വന്നില്ലാലോ എന്ന ടെൻഷനിലൊന്നും മാറ്റി വെക്കേണ്ട. നമ്മൾക്ക് മുമ്പിൽ വരുന്ന ഏറ്റവും വലിയൊരു അവസരമായ LPUPക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ ആരംഭിക്കാം. കഴിഞ്ഞ LPUPയിൽ 1000-ലധികം ആളുകളെ റാങ്ക് ലിസ്റ്റിലേക്ക് ഉയർത്തിയ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ വരുന്ന മാർച്ച് 2 LPUPയുടെ ലോങ് ടേം ബാച്ചുകൾ ആരംഭിക്കുന്നത്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537080 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെയാണ്. താങ്ക് യു സോ മച്ച്. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.